ഇന്ന ഷിയാന്ന് പറഞ്ഞാലൊക്കെ മനുഷ്യർക്ക് കൂടുന്നു. ഇന്നാര് ഷിയാന്നാണ് മനുഷ്യർക്ക് കൂടുന്നു. ഷിയല്ലല്ലോ. ഇന്ന ഷിയാന്ന് പറഞ്ഞവര് മുഴുവൻ മനുഷ്യർക്ക് കൊടുക്കും. ഒരിക്കലും ഞാൻ മാപ്പ് കൊടുക്കില്ല. അത് വേറെ. അതെന്തുകൊണ്ട്? അതൊരു ഉമ്മത്തിന് എന്ത് പേര് നിങ്ങൾ പറഞ്ഞോളി. ഷിയ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉമ്മത്തിന്റെ നന്മ മുടക്കാണ് അവരുടെ ലക്ഷ്യം. ഷിയാണെങ്കിൽ നീ അയാളെ വയറിൽ നമ്മൾ കേൾക്കണ്ട. ഒരു ഉമ്മത്തിന്റെ നന്മ മുടക്കലാണ് അവർ ഉദ്ദേശം. അതാണ് എനിക്ക് അവരുടെ ദേഷ്യം, വേറൊന്നുമല്ല. ആരെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടാൽ അയാളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇറാഖിൽ പോകുന്നതൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു കാണാനാണ്. 2022 പോയിട്ടുണ്ട്, 23 പോയിട്ടുണ്ട്, 24 പോയിട്ടില്ല. ഭയങ്കര ഇഷ്ടം അവരൊക്കെ. എന്തുകൊണ്ട്? അവരെൻ്റെ മാണിക്കക്കല്ലുകളാണ്. ഒരു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഞാൻ വാതിലിൽ മുട്ടി. അപ്പോൾ റസൂലുള്ളാഹി വാതിൽ തുറന്നു. രാത്രിയാണ്. റസൂലുള്ളാഹിന്റെ 2 സൈഡ് എന്തോ തടിച്ചതുപോലെ എനിക്ക് തോന്നി. സൈഡ് ഇങ്ങനെ തടിച്ച് വീർത്തിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിക്ക് എന്തോ പറ്റിയോ? അപ്പോൾ ഞാൻ ഈ പറയേണ്ട കാര്യം പറഞ്ഞിട്ട് ഞാൻ നബി വിളിച്ചു, അതാ യാ റസൂലല്ലാഹ്, ഇതെന്താ 2 സൈഡിലും? അപ്പോൾ റസൂലുള്ളാഹി പുതപ്പ് നീക്കി 2 കുട്ടികളും കളിച്ചു തീർക്കുക. ഒരു കുട്ടി പടിയും ഒരു കുട്ടി പടിയും. വല്യപ്പനെ കളിക്കുക, ഒളിച്ചു കളിക്കുകയാണ് വല്യപ്പൻ്റെ പുതപ്പിൻ്റെ ഉള്ളിൽ. ഒരു കുട്ടീനെ പടിയും പറ്റിച്ചിട്ട് ഒരു കുട്ടീനെ പടി, എന്നിട്ട് പറ്റിയാണ് വാതിൽ തുറന്നത്. അങ്ങനെ റസൂൽ ഇഷ്ടപ്പെട്ടല്ലേ? മനസ്സിലായി? ഹുസൈൻ റളിയല്ലാഹുവിനില്ലാത്തവൻ എന്ത് മൊയ്തീൻ ശേഖരങ്ങായി? ഹുസൈൻ റളിയല്ലാഹുവിന് ഇല്ലാത്തവർക്ക് എന്ത് മൊയ്തീൻ ശേഖാണ്? ഹുസൈൻ റളിയല്ലാഹുവിന് ഇല്ലാത്തവർക്ക് എന്ത് റിഫായി ശേഖാണ്? ഹുസൈൻ റളിയല്ലാഹുവിന് ഇല്ലാത്തവർക്ക് എന്ത് ഹാജിയാണ്? പഠിച്ചോനൊരാൾക്കും ഇഷ്ടമല്ല, ബദരീങ്ങൾ ഇഷ്ടമാണ്. ഓന് സുന്നി നല്ല, കഫർ നല്ല പറയും. പഠിച്ചോനെ ഞങ്ങൾക്ക് ആദം സാരല്ല, ബദരീങ്ങളെ ഓന് സുന്നി നല്ലല്ലോ പറയാം. നമ്മൾക്ക് ബദരീങ്ങളോടുള്ള ഇഷ്ടം എന്താ? പറകുട്ടി, നമുക്ക് ബദരീങ്ങളോടുള്ള ഇഷ്ടം എന്താണ്? അവർ അള്ളാന്റെ ആളുകളായതുകൊണ്ടല്ലേ. നമുക്ക് മൊയ്തീൻ ശേഖിനോടുള്ള ഇഷ്ടം എന്താണ്? അവർ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേര് കുട്ടിയായതുകൊണ്ടല്ലേ. അതല്ലേ മനസ്സിലാണ്ട് പറഞ്ഞത്? ചിന്തിക്ക്. അപ്പൊ ചെയ്യാന്ന് പറയും. ഞാൻ തന്നെ ചില ആളുകളോട് പറയാം, ഇതൊക്കെ ഒന്ന് പറഞ്ഞോളൂണ്ടി. അപ്പൊ പറയാം അതൊക്കെ പിന്നെ ഒരു പ്രശ്നമാണ്. നമ്മൾ കറാമത്ത് വെട്ടുന്ന ഒരു കാലമാണ്. കറാമത്ത് ഇങ്ങനെ വെട്ടി വരികയാണ്. അത് പറഞ്ഞാൽ പ്രശ്നമാണ്. ഇനി കറാമത്ത് പറ്റ നിർത്തിയിട്ട് പിന്നെ മൊയ്സത്ത് നമുക്ക് എടുക്കും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? 2 കിതാബ് കൊണ്ടുവന്നു. ഫിഹി കിതാബാണ്, 2 കിതാബ് കൊണ്ടുവന്നു. ഫിഹി അസ്മാ അഹ്ലിൽ ജന്ന, ഫിഹി അസ്മാ ഉന്നാർ. ഒരു ദിവസം 2 കിതാബ് കൊണ്ട് ഞങ്ങളെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ പോണവരെ മുഴുവനും പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട്, നരകത്തിൽ പോണവരെ മുഴുവനും പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പിന്നെ നബി അവിടെ ആ കിതാബ് ഇട്ടൊന്നും കണ്ടില്ല. പിന്നെ അതോട്ട് കാണാനുണ്ടായില്ല. ഇതെന്ന് എന്താ പറയും? എത്ര ടോളറുള്ളൂ? അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, എന്ത് ഞാൻ ജാതിയൊന്നും പറയണ്ട. സ്വർഗത്തിൽ പോണവർ ഹിസാബില്ലാതെ പോണവർ തന്നെ 490 കോടി ഉണ്ട്. നിങ്ങളിവിടെ ഉണ്ടോ? ഹിസാബ് ഇല്ലാതെ പോണവർ എത്ര ഉണ്ട്? 490 കോടി ഉണ്ട്. പിന്നെ അപ്പം ഹിസാബില്ലാത്ത കാറ്റഗറി തന്നെ 490 കോടി ഉണ്ടെങ്കിൽ പിന്നെ ഹിസാബുള്ളത് എത്ര 1000 കോടി ഉണ്ടോ? ഇതൊക്കെ ഈ കിതാബിൻ്റെ ഉള്ളിലുണ്ട്. കമ്പ്യൂട്ടറിന്റെ ചിപ്പൊന്നും അക്കാലത്ത് കണ്ടുപിടിച്ചിട്ടില്ല. നിന്നെ നോക്കിയിട്ട് പേടിപ്പിക്കണ്ട. ഈ ഹദീസ് ഉണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? ഇനി മൊയ്തീൻ ശേഖ് റിഫായി ശേഖിന്റെ ഒക്കെ കറാമത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് പറയും? ഞങ്ങൾ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത മൊയ്സത്തും പറയണ്ട. പിന്നെ നമ്മൾ ഖുർആൻ വെട്ടൽ തുടങ്ങും. ഓരോന്നിങ്ങനെ ചോദിക്കും. അവ വെട്ടും. الذي مر على قرية وهي خافية على عروشها قال أن يحيي هذه الله بعد موتها فأماته الله 100 عام. ഒരാളെ അല്ലാഹു തആല 100 കൊല്ലം മരിപ്പിച്ച് പിന്നാണ് എണീപ്പിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വിട്ടു ഒക്കെ വിട്ടു. ഖുർആൻ വിട്ടു. വേറുള്ളവരെ വിശ്വാസമാണോ നമ്മളെ ദീന്?
ഒരു വിശ്വസിച്ചാൽ നമുക്കുണ്ട്, ഒരു വിശ്വസിച്ചില്ലെങ്കിൽ നമുക്കുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നത്? ഖവാരിജ്. ആ കാലഘട്ടത്തിലെ അഹ്ലുസുന്നയുടെ നേതാവായിരുന്നു ആര്? സയ്യിദുന അലി. അലി റളിയല്ലാഹുവിനെതിരായ പാർട്ടി ഇന്നും അലി റളിയല്ലാഹുവിനെതിരായ പാർട്ടിയാണ് ഈ കൂട്ടര്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഖവാരിജ് അവർ അശദ്ദു തർദം മിനൽ ഹൗളി, ഹൗളും കരിയെന്ന് ഏറ്റവും ആട്ടിയോടിക്കപ്പെടൽ അവരെയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അവരെ കൂട്ടത്തിൽ കൂടണ്ട, അവരെ കൂട്ടത്തിലേക്ക് ആരും കൂട്ടണ്ട. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ ഹൗളുൽ കൗസർ കൊടുക്കാൻ വിചാരിച്ച കോമല്ല. ആരാ പറയുന്നത്? ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു. ഖവാരിജിന്റെ പിന്നെ അശദ്ദു തർദം മിൻ ഖാലഫ ജമാഅത്തുൽ മുസ്ലിമീൻ വഫാറഖ സബീലഹും കൽ ഖവാരിജി ഒരുപാട് പാർട്ടികളുണ്ട്. ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്ത പാർട്ടികളുണ്ട്. ഷിയാക്കളെ പോലെ അവരുടെ വഴികേടുകൾ, വ്യത്യസ്തമായ വഴികേടുകൾ ഷിയാക്കളുണ്ട്. അവരെയും മുഅ്തസിലികളെയും ബുദ്ധി അംഗീകരിക്കുന്നത് മാത്രമേ അവർ അംഗീകരിക്കുള്ളൂ. ആ മുഅ്തസിലത്തിന്റെ ഒരു പരിപൂർണ്ണത്തെ വഹാബിയത്തിൽ കാണാം. ബുദ്ധി അംഗീകരിക്കണം, ഹദീത്ത് അംഗീകരിക്കുള്ളൂ. ഒരു ഹദീത്തിൽ ബുദ്ധി ഇല്ലെങ്കിൽ, നമ്മളെ ബുദ്ധിക്ക് ഹദീത്ത് യോജിക്കുന്നില്ലെങ്കിൽ ഹദീത്ത് അംഗീകരിക്കില്ല. ഇതാണ് ആരുടെ രീതി? മുഅ്തസിലത്തിൽ അതിന്റെ പാർട്ടിയാണ് പോയി കാണുന്നത്. കുറെ പേരുകൾ മാറും, സാധനം തന്നെ. നിലന്തിക്ക് ഹോട്ടലിൽ ചോറ് വെച്ചിരുന്നു. ആ ചോറ് എന്തായിന്നറിയോ? ആ ചോറ് തിന്ന് തീർന്നില്ല. അപ്പൊ നേരെ മുക്കുമ്പോ എന്ത് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് എന്താക്കി അത് എന്താ പറയാ, മറ്റേ എന്തെങ്കിലും വേവിക്കണ ഇതുണ്ടല്ലോ, അതിന് പറയാ അല്ലടാ, ആ ദോശയാക്കി. അല്ലെങ്കിൽ മറ്റേ ആ ചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഇഡലി. ഇഡലി ഇന്നലത്തെ ചോറാണ്. ഇന്നലത്തെ കാലത്ത് ചോറ് എന്ന് പറഞ്ഞാൽ ചിലവാകും. ഇന്ന് രാവിലെ ചോറുമ്പോൾ ചിലവാകൂല. അപ്പൊ ഒരു കോലം മാറ്റിട്ട് എന്താക്കി? ഇഡ്ഡലിയാക്കി. ഇതന്നെയാണത്. അന്ന് ഖവാഫിദ്, അന്ന് ഖവാരിജ്, ഇന്ന് വഹാബി. സാധനം എന്താണ്? ഇന്നലത്തെ പഴഞ്ചോറ് അടിച്ചു മാറ്റിയത്. ഒരു നമ്മൾ സ്വീകരിക്കൂല, അതൊന്നും കതിരിട്ടൂല. ബാക്കി അള്ളാഹു എനിക്കറിയില്ല. ഞാൻ മഹാന്മാര് പറഞ്ഞ ഞാൻ പറയാണ്, ഇവരൊക്കെ മഹാന്മാരാണ്. ഇവരെല്ലാം ആട്ടപ്പെടുന്ന വിഭാഗമാണ്. അക്രമികള്, ഹക്കിനെ തകർക്കാനും മൂടിവെക്കാനും നശിപ്പിക്കാനും അക്രമികളും അരാജകത്വവാദികളുമായി ഓരോ നാട്ടിലും പണിയെടുത്ത വിഭാഗം. അവർക്കും എന്ത് കിട്ടൂല? കിട്ടൂല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അക്രമം, അരാജകത്വം ഒരു നാട്ടിൽ നന്മ നടക്കാൻ വയ്ക്കൂല. നന്മ നടക്കാൻ വയ്ക്കൂല. ഹക്കിന്റെ അയലുകാരെ കൊല്ലുക, അവരെ നിന്ദിക്കുക. ഒരു ആര്യം ഒരു വയലു പറഞ്ഞു. വയലു പറഞ്ഞ നേരാണ്. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാലും ഉൾക്കൊള്ളണ്ട, എന്നാലും അയാളെ കൊല്ലണ്ട, തല്ലണ്ട, ചീത്തറയണ്ട. സദസ്സിലിട്ട് പറഞ്ഞു. സദസ്സിലിട്ട് മനം കിട്ടും. അത് അഹ്ലു ബൈത്താണെങ്കിൽ മനം കിട്ടും. അതൊന്നും ഒരു നോട്ടം ചില ആളുകൾക്കില്ല. അവർക്ക് പറ്റിയത് പറഞ്ഞാലാണ് അഹ്ലു ബൈത്തിനായിട്ട് ബന്ധിക്കുക. പറ്റിയത് പറഞ്ഞിട്ടില്ലെങ്കിലോ? പറ്റി പറഞ്ഞില്ലെങ്കിൽ അവിടെ ഇട്ട് മാനം കിട്ടും, സദസ്സിലിട്ട് മാനം കിട്ടും. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കേരളം. പറ്റി പറഞ്ഞില്ല, അപ്പൊ മാനം കിടത്തി. പിന്നെന്തേ ഉള്ളൂ? അവർക്ക് പറ്റിയത് പറഞ്ഞാൽ അവർ പൊന്തിച്ചുകൊണ്ട് നടക്കും. പറ്റി പറഞ്ഞിട്ടില്ലെങ്കിലോ അപ്പൊ താത്തും. ഇത്തരം വിഭാഗങ്ങൾ അവരും അല്ലാഹുവിന്റെ ഹൗദുൽ കൗസറിലെത്തൂല. പരസ്യമായി വൻദോഷം ചെയ്യുന്നവര്, അൽ മുസ്തഖിഫൂന ബിൽ മആസി, ചീത്തയെ നിസ്സാരവൽക്കരിക്കുന്നവര്, അവർക്ക് ഹൗദുൽ കൗസർ ഉണ്ടാവില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പരസ്യമായി ചീത്ത ചെയ്യുക. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് പരസ്യമായതിനെ പിടികൂടുക, അത് ദീനിൻ പൊളിച്ചളിയും. അതേ സംഗതി രഹസ്യമായ ഒരാൾ ചെയ്യുന്നുണ്ട്, അത് ബാക്കി അള്ളാഹ്ക്ക് എടുക്കാൻ ഹിസാബ് അറിയാം. നമുക്കതിനെ പറ്റി അറിയില്ല, പിടികൂടുമെന്നും അറിയില്ല, പുറത്തു കൊടുക്കുമെന്നും അറിയില്ല. അതേ സമയത്ത് ദീനിനെ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ ഒരു നോമ്പ് നോറ്റില്ല, അതാർക്കും അറിയില്ല, പ്രശ്നമല്ല. അതേ സമയത്ത് 29 നോമ്പ് നോറ്റുണ്ട്, 30-ാമത്തെ നോമ്പ് പീടിയ വെച്ചാണ് പുറത്തുണ്ട്, പീടിയ കൊലിമാർക്ക് നടക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ അവര് ദീനിന്റെ ഹുർമത്തിനെ പറിച്ചീന്തി. മനസ്സിലായില്ലേ? ദീനിന്റെ ഹുർമത്തോടെ നിസ്സാരവൽക്കരിച്ചു. മാസമായി എന്താ പറയാ, മാസത്തിൽ എന്താ ചോറുന്നാൻ പറ്റൂല,
എന്ന് പറഞ്ഞാൽ പരസ്യമായി ചോറുന്നു. അവൻ ജീവിതത്തിൽ ചെയ്ത മുഴുവനും അള്ളാഹു തആല പുൽക്കോടെ. ഇവൻ നോമ്പ് വിളിക്കണവൻ തന്നെ ഒരു നോമ്പിനോ പരസ്യമായി വെല്ലുവിളിച്ചു പറയാണ്, ഇനിയിപ്പോൾ എന്താ പരസ്യമായാണ് ഞാൻ ചോറ് പരസ്യമായി തിന്ന ഞങ്ങൾ എന്താ മൃഗത്താവിൻ്റെ വരനേറ്റവിടെ നോമ്പിൽ തന്നെ ഒരുത്തനെ കണ്ടപ്പോൾ മൗലിയർ ആക്ഷേപിച്ചു, റമദാൻ മാസം കാലല്ലടോ. അപ്പോൾ അവനൊന്നും പറഞ്ഞതില്ല, കേട്ടു, അനുസരിച്ച് പോയി. ഇതറിഞ്ഞപ്പോൾ അവൻ്റെ കുടുംബക്കാരായ കുറച്ച് ഡമ്പന്മാർ പോക്കിരിയാൾ കണ്ടിറങ്ങി, ഞങ്ങൾ നോമ്പ് വിളിക്കണില്ല, നിങ്ങൾ എന്താ അവിടെ കാട്ടുന്നത്, ബംഗാഫ്രാവും നോമ്പ്. മനസ്സിലായില്ല, പറഞ്ഞ മനസ്സിലായില്ല. ഏതോ ഒരുത്തൻ നോമ്പ് നോറ്റിട്ടില്ല എന്ന് കാളിയർക്ക് ബോധ്യപ്പെട്ടപ്പോൾ കാളിയർ അവിടെ എന്ത് പറഞ്ഞു? എടാ റമദാൻ മാസം കാലല്ലേ, മരിച്ചുകൊണ്ടല്ലേ, എന്താണ് ഇങ്ങനെ നോമ്പ് വിളിക്കണ്ടേ? അപ്പോൾ അവൻ അനുസരിനോട് കൂടെ കേട്ടുന്നു, ഒന്നും മുണ്ടിയതുമില്ല. ഈ വിവരം ഓൻ്റെ കുടുംബക്കാരായ ആ നാട്ടിലെ കുറച്ച് ഡമ്പന്മാർ അറിഞ്ഞപ്പോൾ ഓല ആരെന്നെയാണ് നോമ്പ് വിളിക്കണോല. പക്ഷെ ഓർക്കിതിൽ ദുരഭിമാനം കയറി, ഞങ്ങളെ കുട്ടികളെ പരസ്യമായി നോമ്പ് പറ്റില്ലാന്ന് ചീത്തറിയാൻ കാടി നിങ്ങളാരാ അവിടെ എന്താ മദീനത്തെ ഉമർ ഇബ്നു ഖത്താബിൻ്റെ ഭരണമുണ്ട് ഇവിടെ, അങ്ങനെ പറയണോരില്ലേ? മനസ്സിലായോ? ഓനിവിടെ എന്താ ചെയ്തത്? അള്ളാൻ്റെ ദീനിൻ്റെ ഹുർമത്തിനെ പറിച്ചീന്തി. ഒരുത്തൻ പള്ളിയിൽ എന്ത് ചെയ്തു? ഒരുത്തൻ പള്ളിയിലെ തറാവി നിസ്കാരം കഴിഞ്ഞ് പള്ളി കടന്നു. പള്ളി കിടന്ന് അവന് രാത്രിയായ ചിലപ്പോൾ അറിയാതെ മൂത്രയിച്ചപ്പം മൊല്ലാക്കാരല്ലേ, മൊല്ലാക്കാർക്ക് ആരും ചീത്തറിയാനുള്ളൊരു സിദ്ധി പണ്ടേ ഉള്ളതാണ്. പള്ളി കിടക്കുന്നവരെ മുഴുവൻ മുല്ലാക്കാർ ചീത്തറിയും. പണ്ടേ അങ്ങനത്തെ ഒരു രീതിയുണ്ട്. കുറ്റമല്ല, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരല്ലേ ഉത്തരവാദി. അപ്പം അന്ന് പള്ളീൻ്റെ പായ ഇറങ്ങി കഴിയണമല്ലോ, പള്ളി മൊല്ലാക്ക ചീത്തറിന് മൊല്ലാക്കവനെ ചിത്രനെ പള്ളി കിടക്കാൻ വന്ന് പള്ളിയിൽ മൂത്രയ്ക്ക് എന്തൊക്കെ വിചാരിച്ചു, പള്ളി എന്നാണ് എന്താണ് പന്തന എന്താ ചന്ത എന്താണ് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു മൊല്ലാക്ക ചീത്ത. ഇതാരോ തഹജ്ജുദിന് വന്ന രണ്ടാൾ കേട്ടു, ഓല് വലിയ തറവാട്ടേല ഓല് പറഞ്ഞു. അപ്പോൾ ഓരെന്ത് പറഞ്ഞേ? ആയിക്കോട്ടെ, എന്നാൽ ഞങ്ങളെല്ലാവരും മൂത്രിക്കാനാണ് വരികയാണ്, എന്നാൽ ഞാൻ നാളെന്താ ഉണ്ടാവുക? പൊങ്കാഫറായി. എന്ത് ഓനിവിടെ മലിനമാക്കുമെന്ന് പറഞ്ഞത് എന്തിനാ? അള്ളാൻ്റെ വീടിനെയാണ്. മറ്റേ കുട്ടിക്ക് അള്ള ദോഷം തന്നെ എടുത്തില്ല. എന്തുകൊണ്ട്? അറിയാതൊന്നും ഏതാണ് യഥാർത്ഥ മൂത്രിച്ചോ നരകത്തിൽ കിടക്കൂല, മറ്റോനെ അവതൽ കൊതർ കിട്ടൂല, മറ്റോ മൂത്രിക്കണമില്ല. പക്ഷെ പറഞ്ഞു എന്ത്? എന്നാ ഞങ്ങളെല്ലാവരും പള്ളിയേക്ക് മൂത്രിക്കാനാണ് വരികയാണ്, ഇവിടെ എന്തേ നിങ്ങൾ ആരാ ഇവിടെ കാട്ടണവര്? ഇതിനാദ്യമായി ഓട് കൊടുത്ത എൻ്റെ വല്യപ്പ, ഞങ്ങളെ വല്യാപ്പാന്റെ ബാപ്പ വഖഫ് കൊടുത്ത ഭൂമിയിൽ ആ പള്ളി ഉണ്ടാക്കി, എന്നിട്ട് അവിടുന്ന് അപ്പൊ ഞങ്ങളെ കുട്ടിയെ ചീത്തറങ്ങി. അതിന്റെ വല്യാപ്പാന്റെ ബാപ്പ കൊടുത്തതാണെങ്കിൽ പള്ളി മൂത്രിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇത്തരം ഡമ്പന്മാര് അഹങ്കാരികള് അവിടെ അള്ളാന്റെ ദീനിനെ പൊറിച്ച് ചെയ്യുന്നവര് അവിടെ ഇപ്പൊ എന്താ മറ്റവരോടെ പറയണ്ട്? മൂത്രിക്കണം എന്തിനാണ് അങ്ങോട്ട് പള്ളിയല്ലേ, വല്യാക്ക് ചീത്തറിയുന്നത് നമുക്ക് ഉറപ്പല്ലേ? അങ്ങനെയല്ലേ അവിടെ മൂത്തൂര് പറയണ്ട്? മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇത്തരം ഡമ്പന്മാര് അഹങ്കാരികള് നല്ലത് പറയുന്നവർക്ക് നിസാരപ്പെടുത്തുന്നവര് ഓരോ കാലഘട്ടത്തിലെയും ഹവയുടെ ആളുകൾ തോന്നിയതുപോലെ ഉള്ള പാർട്ടികൾ ഉണ്ടാക്കി നടക്കുന്നവർ ഇസ്ലാമിന്റെ പേരിൽ. അവരെല്ലാം അതിൽ നിന്ന് ആട്ടപ്പെടുന്ന ജനവിഭാഗമാണ്. അവരല്ലാഹുവിന്റെ കൗസറിന്റെ അരികിൽ ഹബീബായ റസൂലുള്ളാഹി കൗസറിന്റെ അരികിൽ വന്നാൽ മലക്കുകൾ പറയും സുഹഖൻ സുഹഖാ, പോടാ പോടാ പോടാ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. പാർട്ടികൾ നാശമാകാൻ പാടില്ല, ശ്രദ്ധിക്കണം. അബദ്ധം മനസ്സിൽ സംഭവിക്കും. പാർട്ടി നാശായ അവർക്ക് കൊതറ് കിട്ടൂല, ആ പാർട്ടിനെ തന്നെ തട്ടു. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, എന്ത് ഒരു പാർട്ടി ഒന്നടങ്കം വരും, അപ്പൊ അള്ളാഹു സ്വീകരിക്കൂല. മുഅ്മിനീങ്ങളെ പാർട്ടി എന്നാൽ അതൊരു വഴിയാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ ദീൻ എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട മാനായ ഇബ്നു ഹജർ റളിയല്ലാഹുവിൻ്റെ ദീനാണ്. ഇബ്നു ഹജർ നേഷനാണ് മഖ്ദൂം. അതാണ് അവരുടെ അസ്ലി എന്ന് പറഞ്ഞാൽ. അത് സക്കരിയ അൻസാരിയാണ്, അവരുടെ അസ്ലി ഇമാം നവവിയാണ്, അവരുടെ അസ്ലി ഇമാം ഷാഫിഈയാണ്, അവരുടെ അസ്ലി ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ. കൃത്യമായ വഴിയാണ്. ആ വഴി തെറ്റാൻ പാടില്ല, ആ വഴി തന്നെ പോകണം.
തെറ്റും കുറ്റമൊക്കെ മനുഷ്യൻ അറിയാതൊക്കെ പറ്റും. മനുഷ്യന്മാരാണല്ലോ. മനസ്സിലായില്ല? തെറ്റ് മനുഷ്യൻ സംഭവിക്കും, തെറ്റല്ല പ്രശ്നം. അവന്റെ പാർട്ടി ദീനില്ലാത്ത പാർട്ടികളിൽ കൂടുക, ദീനിനെ മാറ്റിമറിച്ച പാർട്ടികളിൽ കൂടുക. മനസ്സിലായില്ലേ? ദീനിനെ മാറ്റിമറിക്കുന്ന പാർട്ടികളിൽ കൂടുക. ദീനിന്റെ മാർഗമല്ലാത്തത് മാർഗമാക്കി കൊണ്ടിറക്കുക. ഇതെല്ലാം അല്ലാഹു തആല അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കേരളത്തിലെ ഒരു മുസ്ലിം പാർട്ടിയുടെ സിനിമയാണ് കഴിഞ്ഞ 2 കൊല്ലത്തിൽ കേരളത്തിലെ ഏറ്റവും വിജയിച്ച സിനിമകൾ. ഒരു പാർട്ടി, ആ പാർട്ടിയാണ് സിനിമ ഉണ്ടാക്കിയത്. സിനിമ പണ്ടേ അതൊരു അഹ്ലുസ്സയ്ഖ് വൽ അഹ്വാ തമ്മാടിക്കൂട്ടത്തിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ് പണ്ടുകൊണ്ടേ നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കപ്പെടുന്നത്. അങ്ങനെയല്ലേ? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട അവർക്ക് പാർട്ടിയുണ്ട്, പള്ളിയുണ്ട്, ഒക്കെ ഉണ്ട്. ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി അവരുണ്ടാക്കിയ സിനിമയാണ് കഴിഞ്ഞ 2 കൊല്ലം കേരളത്തിൽ ഏറ്റവും വിജയിച്ചത്. ഒരു മുസ്ലിം പാർട്ടി സിനിമ ഉണ്ടാക്കുക, എല്ലാം മൈദിമാലിൽ ഫായ്മാലൊക്കെ കളിയാക്കുക. പേരൊന്നും ഞാൻ പറയുന്നില്ല. കളിയാക്ക, മെഹദിമാല കളിയാക്ക, കാളിയന്റെ കോലത്തിൽ പാട്ടുണ്ടാക്കുക, മെഹദിമാലയുടെ കോലത്തിൽ പാട്ടുണ്ടാക്കുക, നിഫായ്മാലയുടെ കോലത്തിൽ പാട്ടുണ്ടാക്കുക, കളിയാക്കല്ലേ. സിനിമ നമ്മളൊരു മാധ്യമല്ലല്ലോ, അതാരും അല്ല ചെയ്യുന്നത്. ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട അറിവോടുകൂടെ അവർ ചെയ്യുക. എന്താ കാരണം? അതെല്ലാം എന്താ കാരണം? ദീനിന്റെ മാർഗമല്ലാത്തൊരു മാർഗമാക്കിക്കൊണ്ട് നടക്കുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ വലിയ ആപത്തിലേക്ക് ചാടും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവയുടെ പിന്നാലെ ഓടരുത്. ഹവയുടെ പിന്നാലെ ഓടരുത്. ഹവയുടെ പിന്നാലെ ഓടിയാൽ അവർക്ക് ഹൗലുൽ കൗസർ ലഭിക്കുകയില്ല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുക്ക് പൊരുത്തപ്പെട്ട് ഓർമ്മിപ്പിക്കില്ല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആരെങ്കിലും കളവിനെ സഹായിക്കുക, നന്മയെ മൂടിവെക്കുക, തെറ്റിനെ അക്രമത്തെ സഹായിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഫലൈസ മിന്നീ വലസ്തു മിൻഹു വലാ യർജു അലയ്യൽ ഹൗള, അവർ പിന്നെ ഹൗളങ്കരിക്കത്തൂല എന്ന് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ ഇനി ഓരോന്നും ഞാൻ പറയുന്നില്ല, ഓരോ നിങ്ങൾക്ക് തന്നെ അറിയാം. അള്ളാഹുവിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് പൊരുത്തല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അഹ്ലുബൈത്തിനെ നിന്ദിക്കുക, ഒക്കെ ഹൗദുൽ കൗസർ നഷ്ടപ്പെടാൻ കാരണം. അഹ്ലുബൈത്ത് തന്നെ ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്, ഒക്കെ കർബലയിൽ തീർന്നുപോയി എന്ന് പറഞ്ഞവരുണ്ട്. അഹ്ലുബൈത്തിനെ നിന്ദിക്കുക ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർക്ക് മുസ്തഫ നബിയുടെ പേര് കുട്ടികളല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അവരുടെ മരച്ചോട്ടിൽ, ആ ശജറത്തു ത്വയ്യിബയുടെ മരച്ചോട്ടിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരെ പോലെ അവരെ ലോമത്തിന് ഒരാളും ഇല്ല. അവരെ ലോമത്തിനില്ല. അവർ മുസ്തഫ നബിനെ നോക്കണമെന്നേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് വിഷമം നമ്മുടെ വിഷമാണ്. അവർ നാശമായി പോകുന്ന നമുക്ക് വിഷമാണ്. അവരെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ച് പലതിൻ്റെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വിഷമാണ്. അപ്പം നമുക്ക് വിഷമമാണ്, സഹിക്കാൻ കഴിയില്ല. അവർ എന്തുകൊണ്ട് അവർ സ്ഥാനം ഒന്നുമല്ല. അവർ സ്ഥാനമാണ്. അവർ സ്ഥാനം വലിയ സ്ഥാനമാണ്. അവർ റസൂലുള്ളാഹിയുടെ പേരെ മക്കളാണ്, നമ്മളല്ല. അവരെ വലിയ അഗ്നികുണ്ഡത്തിന് രോമം പൊട്ടാതെ ഇറങ്ങിപ്പോകുന്നത് സയ്യിദുനാ ഇബ്രാഹിം നബിയുടെ മക്കളാണ് അഹ്ലുൽ ബൈത്ത്. അവരെന്നെ റസൂലുള്ളാഹിയുടെ മക്കളായത് അല്ലേ? പറയേ, നമ്മൾക്ക് 2-3 വാപ്പ കഴിഞ്ഞു, പിന്നൊന്നുമില്ല. അതുകൊണ്ട് അഹ്ലുൽ ബൈത്തിനെ ആക്ഷേപിക്കുക, അഹ്ലുൽ ബൈത്തിനെ നിസ്സാരപ്പെടുത്തുക, അങ്ങനത്തെ ആളുകൾ. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞവർ ഇന്ന് അഹ്ലുൽ ബൈത്ത് കൂട്ടർ കേരളത്തിലുണ്ടോ? ഒരു പ്രധാനപ്പെട്ട ആളോട് വേദി ചോദ്യം. ഇപ്പോൾ മറുപടി, ഇന്ന് അങ്ങനെ അഹ്ലുൽ ബൈത്താണെന്ന് തെളിയിക്കാവുന്ന രേഖകളില്ല. ഇനി ഉണ്ടായിട്ടെന്താ കാര്യം? അഹ്ലുൽ ബൈത്ത് ഉണ്ടായിട്ടെന്താ കാര്യം? ചോദ്യം. അങ്ങനെ അഹ്ലുൽ ബൈത്ത് ഉണ്ടായിട്ട് എന്താ കാര്യം? അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മത്തിന് അമാനത്താണ്. അവർ ഉമ്മത്തിൻ്റെ നോഹ് നബിയുടെ കപ്പലാണ്. അതാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിച്ചു.
ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ അല്ലാഹു നമ്മളെ കാക്കി തരട്ടെ. അവരൊക്കെ നിസ്സാരവൽക്കരിക്കുക, അവരെ നിഷേധിക്കുക, അതെല്ലാം അഹ്ലുൽ ബൈത്തിനെ നിഷേധിക്കുക, അഹ്ലുൽ ബൈത്തിനെ ബുദ്ധിമുട്ടിക്കുക, അഹ്ലുൽ ബൈത്തിനെ ആക്ഷേപിക്കുക, ഇതെല്ലാം ഹൗലുൽ കൗസർ നഷ്ടപ്പെടാൻ കാരണമാകും. അത്തരം പാർട്ടികളിലേക്കും ചേരാൻ പാടില്ലാത്തതാണ്. അവരൊക്കെ കുരുത്തം കെട്ട പാർട്ടികളാണ്. അഹ്ലുൽ ബൈത്തിനെ കർബലയിൽ മരിച്ചു തീർന്നു എന്ന് പറഞ്ഞവരൊക്കെ കുരുത്തം കെട്ടവരാണ്. അവരെ പിന്നാലെ കൂടാൻ പാടില്ല. അഹ്ലുൽ ബൈത്തിന് അങ്ങനെ കൂട്ടരുണ്ട് എന്നതിന് ഇപ്പോഴത്തെ വ്യക്തമായ രേഖയില്ല. ഒന്ന് എങ്ങനെ പറഞ്ഞു? പിന്നെ എന്താ പറഞ്ഞത്? നീ അങ്ങനത്തെ കൂട്ടരുണ്ടായിരുന്ന കാര്യമെന്നോ? അവരുണ്ടായാൽ അവർ മസ്വാബിഹുൽ ഹുദാ, അഹ്ലുൽ ബൈത്തിന്റെ ചെറിയ മക്കൾ വരെ മസ്വാബിഹുൽ ഹുദാ, ഹിദായത്തിന്റെ വിളക്കുകളാണ്. അതിൽ ചെറിയ കുട്ടി വലിയ കുട്ടി, ഈ തറവാട് ആ തറവാട് എന്ന വ്യത്യാസവുമില്ല. ഒക്കെ അഹ്ലുൽ ബൈത്താണ്, ഒക്കെ അഹ്ലുൽ ബൈത്ത് തന്നെയാണ്. ഇവിടെ ഓട്ടോറിക്ഷ, ഇവിടെ പിക്കപ്പ് കൊണ്ടുവരുന്ന അഹ്ലുൽ ബൈത്തുണ്ട്. ഞാൻ അയാളെ കൈ പിടിച്ച് ചുംബിക്കാറുണ്ട്. അതൊക്കെ പിക്കപ്പ് ഓടിക്കണ പണിയാണ്. തിരിഞ്ഞില്ല, മനസ്സിലായില്ല. ദാറുൽ ഖുർആനിലേക്ക് സാധനം കൊണ്ടുവരുമ്പോൾ പിക്കപ്പ് കൊണ്ടുവരുന്ന ഒരാളുണ്ട്, അഹ്ലുൽ ബൈത്താണ്. ഞാൻ അവരുടെ കൈ പിടിച്ച് വിട്ടാറുണ്ട്. എന്തുകൊണ്ട്? അഹ്ലുൽ ബൈത്താണ്. അവർ ഇന്ന തറവാട് അങ്ങനെ ആരെങ്കിലും വ്യത്യാസപ്പെടുത്തിയാൽ ഒരു ഫാസിഖാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അഹ്ലുൽ ബൈത്ത് ഇന്ന തറവാട്ടേ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ പാടില്ല. അഹ്ലുൽ ബൈത്ത് ഓട്ടോറിച്ച് ഓടിക്കണം, കൈ പിടിച്ച് കുത്തണം. എന്തേ? നമ്മളവരെ കയ്യിലും മുത്തതി, നമ്മൾ ആരെ കയ്യാ? മുത്തനബിന്റെ കയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാറുൽ ഖുർആനിൽ പിക്കപ്പ് കൊണ്ടുവരുന്ന അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ കൈ ഞാൻ പിടിച്ചു മുത്താറുണ്ട്. എന്തുകൊണ്ട്? എന്റെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. അതാ മനുഷ്യന്റെ തൊഴിലാണ്. പക്ഷെ അഹ്ലുൽ ബൈത്താണ്. മനസ്സിലായില്ലേ? അത് ആ തറവാടേ ഉള്ളൂ, ഈ തറവാടേ ഉള്ളൂ, ഒക്കെ അഹ്ലുൽ ബൈത്താണ്. ഫാത്തിമ ബീവിന്റെ മക്കൾക്കിടയിൽ ഒരു ഫർക്കും ഇല്ല. അവർ ജിഫ്രി ആണെങ്കിലും ഷിയാബി ആണെങ്കിലും, അവർ ഹാദി ആണെങ്കിലും, അവർ സഖാഫാണെങ്കിലും, അവർ ഇനി ബുഖാരി ആണെങ്കിലും, അവരേതായാലും അവരെല്ലാം ഒന്ന് തന്നെ. ഒരു ഹബീബായ നബിയുടെ പേരക്കുട്ടികളാണ്. ഇൻഷാ അല്ലാഹ് ശിഹാബിയ കബീലയെ പറ്റി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ജിഫ്രിയ കബീലയെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ജമല്ലൈൽ കബീലയെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ട്. ഈ വർഷം ബുഖാരി കബീലയെ പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രസംഗിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് റമളാൻ കഴിഞ്ഞാൽ ഒരു സൗകര്യപ്പെട്ട സ്ഥലത്ത് വെച്ച് ബുഖാരി കബീലയെ പറ്റി പ്രസംഗിക്കും. അവരൊക്കെ സുബ്ഹാന പേരെ കുട്ടികളാണ്. അവനും ചേരിക്കുക. ഈ കബീലയുള്ളൂ, ആ കബീലല്ല. അതൊക്കെ നിസ്സാരവൽക്കരിക്കുക ഒന്നും ദീനല്ല. അവരെ ചെറിയ ഒരു കുട്ടിയുടെ ചെരുപ്പിന്റെ വില പോലും നമുക്കില്ല. കാരണം അവരെല്ലാം ആരാണ്? റസൂലുള്ളാഹിയുടെ പേരക്കുട്ടികളാണ്. എന്നെ എതിർക്കാൻ പാടില്ല. ഒക്കെ തന്നെയാണ്, എല്ലാം ഒന്നാണ്. ഓട്ടോറിച്ച് കുടിക്കുന്ന ആളാണെങ്കിലും കൈ കുടിച്ച് കുത്തിക്കളി. കാരണം നമ്മൾ കുടിച്ചത് അവരെ കൈയല്ല. ആരെ കൈയാണ്? മുത്തുനബിന്റെ ചോരയാണത്. മുത്തു മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പം തന്നെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാര്യമായി പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. തെറ്റാര് കാണിച്ചെന്നാൽ ഞാൻ തിരുത്തും, ഒന്നുമില്ല. നമുക്ക് നാളെ രക്ഷപ്പെടണം. ഇവിടെയും അങ്ങനെയാണ്. പരലോകത്ത് രക്ഷപ്പെടണ്ടേ, അള്ളാഹിനെ കൂടുതൽ രക്ഷപ്പെടണ്ടേ, ദീൻ നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു തആല നേരെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന മാർഗത്തിൽ ഒറ്റക്കെട്ടായി പോന്നാൽ ഹൗദുൽ കൗസർ കിട്ടും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അത് മുൻഗാമികളായ സാലിഹ്യങ്ങളുടെ മാർഗമാണ്. ഇതന്നെ പോരാ. മൊയ്തീൻ ശേഖ്, റിഫായി ശേഖ് ഒക്കെ ഓരോരും ഇത്തരം വഴിയിലും പോരാ. ഞാൻ അഹ്മദ് തിജാനി തങ്ങളുടെ മാർഗത്തിൽപ്പെട്ട ഒരാളാണ്. അവർ ഈ ഹബീബ റസൂലുള്ളാഹിയുടെ 24ാമത്തെ പേരക്കുട്ടിയാണ്. ഒക്കെ ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്നാണ്. ഓരോരുത്തർക്ക് വ്യത്യസ്ത, ചില ഖാദിരിയാൻ, തിജാനിയാൻ, ഒക്കെ തന്നെ. ഒക്കെ വല്യാപ്പാൻ്റെ വഴികളാണ്. വല്യാപ്പ മുത്ത് മുഹമ്മദ് മുസ്തഫ അവർ വെളിച്ചം കാട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ ഭൂമിയിൽ നന്മ നിലനിന്നത്. എല്ലാം എവിടെയും അവരൊക്കെ കൊന്നൊടുക്കിയവരുണ്ട്. അഹ്ലുൽ ബൈത്തിനെ കൊന്നൊടുക്കിയവരുണ്ട്. അഹ്ലുൽ ബൈത്തിനെ കൊന്നവർക്ക് ഹൗദുൽ കൗസർ ഇല്ല. അഹ്ലുൽ ബൈത്തിനെ നിസാരപ്പെടുത്തിയവർക്ക് ഹൗദുൽ കൗസർ ഇല്ല. അഹ്ലുൽ ബൈത്തിനെ കൊന്നവരുടെ പാർട്ടിയിൽ കൂടാൻ പാടില്ല. വഹാബികൾ അഹ്ലുൽ ബൈത്തിനെ കൊന്നൊടുക്കിയവരാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അഹ്ലുൽ ബൈത്ത് കൂടുതൽ ഉണ്ടാകേണ്ടത് ഹിജാസിലാണ്. ഇന്ന് ഏറ്റവും കുറഞ്ഞ അഹ്ലുൽ ബൈത്ത് ഉള്ളത് ഹിജാസിലാണ്. എന്തുകൊണ്ട്? വഹാബികൾ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിനിടയിൽ അവർക്ക് അധികാരം കിട്ടിയപ്പോഴെല്ലാം അഹ്ലുൽ ബൈത്തിനെ കൊന്നു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള അഹ്ലുൽ ബൈത്ത് ജീവനം കൊണ്ട് ഓടി പല നാട്ടിലെത്തി. മനസ്സിലായില്ലേ? അത്തരം പാർട്ടികളിൽ കൂടാൻ പാടില്ല. അത്തരം പാർട്ടികൾ കൂടാൻ പാടില്ല. എന്ത് ചുറുക്കുണ്ടാക്കിയാലും പാടില്ല. നല്ല ഉഷാറായി ഖുർആാനോടും ഖുർആൻ മാനോക്കും ഖുർആൻ കിസ് മത്സരം റമളാൻ മാസത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്.
വഹാബികളെ ഖുർആൻ കിസ് മത്സരമാണ്, ഭയങ്കര കിസ് മത്സരം. ഇത്ര ആളുകൾ പങ്കെടുക്കണം. കിസ് മത്സരങ്ങൾ അങ്ങനെ പല പരിപാടിയുണ്ട്. അത് ഇവരെക്കാളും വലിയ പരിപാടി ഖുർആനിൽ നടത്തിയ ഖവാരിജാണ്. കാനു അക്സറന്നാസി ബിഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ ലോകത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓതിയത് ഖവാരിജാണ്. ഓം കിലാബു അഹ്ലിന്നാർ, അവർ നരകത്തിലെ നായ്ക്കളാണ്. എന്താ പറഞ്ഞു? അള്ളാന്റെ ഖുർആനെ ഏറ്റവും ഓതിയ ആളുകളാരാ? ഖവാരിജ്. كانوا أكثر الناس بقراءة القرآن وبالبكاء بقراءة القرآن. قرآن ذاكريا. ഗ്ലിസറിൻ ഒന്നും അന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഗ്ലിസറിൻ സാധനമുണ്ട്, അത് കണ്ണിലാക്കിയാൽ വെള്ളം വരും. ആ ഗ്ലിസറിന് ഒന്നും അന്ന് കണ്ടുപിടിച്ചില്ല. അപ്പൊ ഒരു കരിയനല്ലേ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? അതിനൊന്നും വഞ്ചിതരാകണ്ട കുട്ടികളെ. ഒരുത്തൻ ഖുർആൻ ഓതി കരിനാണ് വഞ്ചിതനാകണ്ട. എന്താ പറഞ്ഞ ഞാൻ? ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയവര്, ഖുർആൻ ഓതി കരിഞ്ഞോര് ഇവരൊക്കെ ആരാ? ഖവാരിജ്. അള്ളാഹു അവരിൽ നിന്ന് എനിക്ക് ശേഷം ഒരു വരുന്ന വിഭാഗമുണ്ട് മുസ്ലിമീങ്ങളിൽ. ഓഹും കിലാബു അഹ്ലിന്നാർ. ഇവരാരാ? നരകത്തിലെ നായി എന്ന് പറയാം, പട്ടി എന്ന് പറയാം. സൗകര്യം പോലെ പറഞ്ഞ ചില നാട്ടിൽ നായ്ക്കൾക്ക് നായി എന്നറിയാം, ചില നാട്ടിൽ നായ്ക്കൾക്ക് പട്ടി എന്നറിയാം. കെൽബ് പറഞ്ഞ നായി എന്ന് പറയാം, കെൽബത്ത് അറിയാം. കെൽബത്ത് എന്ന് പറഞ്ഞാൽ അരീത്തൊന്നും കണ്ടിട്ടില്ല, മനസ്സിലായില്ല. കെൽബ് എന്ന് പറഞ്ഞാൽ നായി എന്ന് പറയാം. എന്റെ നാട്ടിൽ ഏറ്റവും ദേഷ്യം പട്ടി എന്നറിയലാണോ? നജപട്ടി എന്നറിയണം. നായ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നവരെ നിങ്ങൾ എന്താ വെച്ചാളിയും അവർ നരകത്തിലെ നായ്ക്കളാണ്. പട്ടി പറയുമ്പോഴാണോ ദേഷ്യം വരുന്നത്? ഞാൻ ഇങ്ങനെ വെച്ചാ അവർ നരകത്തിലെ പട്ടികളാണ്. ആരത് പറഞ്ഞ്? മുത്തുനബി ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ അവർ എത്തിയിട്ടില്ല. എനിക്ക് ശേഷം വരും. ഇന്നുവരെ വന്നിട്ടില്ല, പിന്നെ വരും. നരകത്തിലെ നായ്ക്കളാണ് എന്ന് ഹബീബ നബി പറഞ്ഞു. അവരെ കിസ് മത്സരം അങ്ങനെയൊന്നല്ല, ഭയങ്കര ഖുർആൻ അല്ലാത്ത പരിപാടി. എന്ത് വർത്താനം പറഞ്ഞാലും എന്തേ പറയുള്ളൂ? ജേത് വഹാബിനോട് സംസാരിച്ചു നോക്ക, എന്ത് മുണ്ടേനുള്ളൂ. അപ്പൊ എന്താ പറയാ? ഖുർആൻ തന്നെ ആയത്തിങ്ങനെ ഖുർആൻ പറഞ്ഞില്ലേ 36, 46 മുതൽ 26 വരെ ഖുർആൻ എന്താ പറഞ്ഞു? കേട്ടപ്പോ തന്നെ മൂക്കിൽ വരലിട്ടു. ഞങ്ങൾ 56, 46 കേട്ടിട്ടല്ല. ഇവരെ മൂത്താപ്പാരാണ് എന്ത് നരകത്തിലെ പട്ടികൾ. ഇവർ പട്ടിയാകുമല്ലേന്ന് അള്ളാഹു ആയാലും കോലം കണ്ടിട്ട് പട്ടിയാണ് അവസ്ഥയാണ്. അപ്പൊ ആ പട്ടികളെ കൂട്ടത്തിൽ കാര്യം പോണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിനർത്ഥം പുതു കാര്യങ്ങളിലൊന്നും ആരും സഹകരിക്കേണ്ടെന്നല്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കാലോ. ഏത് കള്ളുടീനും പീടിന്ന് വാങ്ങുന്ന സാമാനം വാങ്ങണ പീടി നിങ്ങൾക്ക് സാമാനം വാങ്ങാലോ, അതൊക്കെ തെറ്റില്ല, അതൊക്കെ നടക്കാം. പക്ഷെ ബസ് കയറിയോ എല്ലാവർക്കും ബസ് കയറാം, ഒന്നും പ്രശ്നമില്ല. പക്ഷെ ദീൻ കാര്യമാണ്. അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. കുറച്ചു കാലം പറഞ്ഞാൽ മതി, പിന്നെ പട്ടിയൊന്നും പറയരുതേ. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരു സകലകുല സാമ്പാർ മുന്നണിയായി പോയിക്കൂടി. അങ്ങനെ അതീതില്ല. ഇവർ കള്ളു കുടിച്ചിട്ടല്ല നരകത്തിലെ പട്ടിയത്. കള്ളു കുടിച്ചാൽ നല്ല ചിലപ്പോൾ പുറത്തു കൊടുക്കും. ഇവന് പുറത്തു കൊടുക്കൂല. കാരണം ഇവനെന്താ? ഇവന് അമലിലെ ഫിസ്കല്ല, അഖീദയിലെ ഫിസ്കാണ്. അഖീദയിലെ ഫിസ്കിന് പുറത്തു കൊടുക്കൂല. ഫിസ്ക് രണ്ട് ജാതിയാ. തമ്മാടിത്തരം കർമ്മത്തിലും വരും, വിശ്വാസത്തിലും വരും. വിശ്വാസത്തിലെ കർമ്മത്തിലെ ഫിസ്ക് തമ്മാടിത്തരത്തിന് അള്ളാഹു തആല പുറത്തു കൊടുക്കും. എങ്ങനെ പുറത്തു കൊടുക്കും? ചെയ്യുമ്പോൾ തന്നെ പഠിച്ചോനേന്നുണ്ടാവും. കള്ളു കുടിച്ചിരിക്കണ നേരത്തെ തന്നെ ആ കള്ളിൻ്റെ അവസാനത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പഠിച്ചോനെ ഞാൻ കുടിച്ചല്ലോ എന്നുണ്ടാവും. അമല്ല ഫിസ്ക് ഒരു തോന്നിയാസം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തിന് പഠിച്ചോനെ പോയല്ലോ, എന്നാൽ ഈ സിനിമ ഞാൻ കണ്ടല്ലോ. ഒരു വിചാരിച്ചോൻ ആ രാത്രി കഴിയുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ തൂപ്പ വരും, പഠിച്ചോനെ ഞാൻ അന്നൊരു തോന്നിയാസം ചെയ്തല്ലോ, ഒരു കള്ളുടിച്ചോനോ. അതേസമയത്ത് ഫിസ്കിൽ തൂപ്പ ഉണ്ടാവില്ല.
ഓം വാദിക്ക ഞാൻ പറഞ്ഞതും ഞാൻ ചെയ്തതുമാണ് ശരി അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അതാണ് നരകത്തിലെ പറ്റിയാണ്. ഓം കിരാബാലിനാർ അവരെ കൂട്ടത്തിൽ നമ്മൾ കൂടെ ചെയ്ത് അവരെ കൂട്ടത്തിൽ കൂടരുത്, അവരെ കൂട്ടത്തിൽ കൂടുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി ഹൗദുൽ കൗസർ കിട്ടുന്ന അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിച്ചില്ല. ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നാളെ വേറെ വിഷയമായിരിക്കും. ഇൻഷാ അള്ളാഹ് അള്ളാഹുത്ത് മറ്റന്നാൾ ബദരീങ്ങളാണ്ടല്ലേ? വ്യാഴ്ച നാളെ ഇപ്പം എന്താ ദിവസം? നാളെ ചൊവ്വ. വ്യാഴ്ച ബദരീങ്ങളാണ്ട്. ബദരീങ്ങളെ പറ്റി പറയും. നാളെ മറ്റന്നാൾ വേറെ വിഷയം പറയും. ഇൻഷാ അള്ളാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ ഖുർആനിലുള്ളൊരു പിരിവാണ്. പൈസ ഉള്ളവരിട്ടാൽ മതി, ബുദ്ധിമുട്ടിടരുത്. റമളാൻ മാസമാണ്, നിങ്ങൾക്കൊക്കെ തന്നെ പൈസൻ്റെ ആവശ്യം ഉണ്ടാവും. പൈസ ഉള്ളവരിട്ടാൽ മതി, പൈസ ഉള്ളവർ ബുദ്ധിമുട്ടി ഒരാളും ഇടരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹുസ് സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب نفاثات في العقد ومن شر حاسد. قل أعوذ برب الناس ملك الناس إله الناس من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا وشفيعنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بيتنا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء. عبد الرحمن പുളിക്കൽ ബസാർ ഒരു കുട്ടിയേറ്റത്ത് 10,000 രൂപ. അല്ലാ നീ സ്വീകരിക്കണമേ അല്ലാ, സ്വീകരിക്കണമേ അല്ലാ, നീ സ്വീകരിക്കണമേ അല്ലാ, നീ സ്വീകരിക്കണമേ അല്ലാ. ഇന്ന് എൻ്റെ പോറ്റുമ മരണപ്പെട്ട ദിവസമാണ്. പല്ലോഗണത്തിന് വേണ്ടി 500 രൂപ അവർക്കുള്ളാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. ആ പോറ്റുമയെ മോനെ സന്തോഷത്തായി പരലോകത്ത് ഒരുമിച്ച് കൂട്ടണമേ റബ്ബേ. മാനത്തങ്ങൾ വള്ളൂരിൻ്റെ ഉമ്മയുടെ ആണ്ടാണ് ഇന്ന്. അല്ലാ നമ്മൾ ബഹുമാനപ്പെട്ട ബൈത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട വെള്ളൂർ മാലിത്തങ്ങൾ. ഒരു ഉമ്മാൻ്റെ ആണ്ടാണെന്ന് അവർ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്ഥാപനത്തിലേക്ക് 10,000 രൂപ ദാനം ചെയ്തിരുന്നു. അല്ലാഹ് ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കണമേ അല്ലാഹ്, ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ, റഹ്മത്ത് നൽകണമേ റബ്ബേ. ആ ഉമ്മാനെ ഏറ്റവും ഗുണം ചെയ്ത മക്കളെ കൂട്ടത്തിൽ ഈ മോനെ നീ ഉൾപ്പെടുത്തുകയും അവരെയും ആ ഉമ്മാനെയും സന്തോഷത്തിൽ കൂട്ടുകയും ചെയ്യണമേ റബ്ബേ. ആ അഹ്ലു ബൈത്തിന്റെ ഷജറത്ത് ത്വയ്യിബയുടെ കീഴിൽ നാളെ അന്ത്യനാളിൽ ഞങ്ങളെയും നിർത്തി തരണമേ തമ്പുരാനെ. ഹലാലും ഖൈറുമായ നിക്കാഹ് നടന്നു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമേ. ഖൈറായ ാണെങ്കിൽ നടത്തി കൊടുക്കണമേ തമ്പുരാനെ, ഖൈറാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും ഒഴിവാക്കി തരണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.